വിശുദ്ധ പാദ്രെ പിയോയെ അറിയാത്തവരായി ആരുമുണ്ടെന്ന് തോന്നുന്നില്ല. കപ്പുച്ചിൻ സഭാംഗമായ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തിരുമുറിവുകൾ ശരീരത്തിൽ വഹിച്ചു എന്നതാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് അദ്ദേഹത്തെ വിശുദ്ധനായി വാഴിച്ചത്. വിശുദ്ധനുണ്ടായിരുന്ന 5 പ്രത്യേകതകൾ ഇതാണ്. ഒന്നാമതായി, പഞ്ചക്ഷതങ്ങൾ അദ്ദേഹം ശരീരത്തിൽ വഹിച്ചു എന്നതാണ്. ഒരു ദേവാലയത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കെയാണ് ഈ തിരുമുറിവുകൾ വിശുദ്ധൻ്റെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. ജീവിതകാലം മുഴുവൻ ഈ തിരുമുറിവുകൾ അദ്ദേഹത്തിൽ ശേഷിച്ചു. കുരിശുമരണ സമയത്ത് ക്രിസ്തുവിൻ്റെ ശരീരത്തിലുണ്ടായ അതേ തിരുമുറിവുകളാണ് പാതിരയുടെ ശരീരത്തിലും പ്രത്യക്ഷപ്പെട്ടത്. രണ്ടാമത്തെ പ്രത്യേകത മുറിവുകൾക്കുള്ള സുഗന്ധമാണ്. അതിവിശിഷ്ടമായ പൂക്കളിൽ നിന്നും പുറപ്പെടുന്നത് പോലുള്ള സുഗന്ധമാണ് ആ മുറിവിൽ നിന്നും പുറപ്പെട്ടിരുന്നത്. വിശുദ്ധിയുടെ സുഗന്ധം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ സവിശേഷത പഞ്ചശതധാരികളായ ചില വിശുദ്ധരിലും പ്രകടമായിരുന്നു. മൂന്നാമത്തെ പ്രത്യേകതയായി പറയാവുന്നത് ഈശോയോടും മാതാവിനോടും അദ്ദേഹം തുടർച്ചയായി സംസാരിച്ചിരുന്നു എന്നതാണ്. വിശുദ്ധൻ്റെ ബാല്യത്തിലുണ്ടായ ഒരു ദർശനത്തിൽ അദ്ദേഹം ഈശോയോടും പരിശുദ്ധ അമ്മയോടും കാവൽ മാലാഖമാരോടുമൊക്കെ നേരിട്ട് സംസാരിച്ചതായി എഴുതപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഒരുപാട് പേർ ഇക്കാര്യത്തിൽ സാക്ഷികളാണ്. നാലാമത്തെ പ്രത്യേകത, സംസാരിക്കാൻ തുടങ്ങിയ കാലം മുതൽ താൻ ഒരു വൈദികനാകുമെന്നും അത് കപ്പുച്ചിൻ സഭയിലായിരിക്കണമെന്നും അദ്ദേഹം പറയുമായിരുന്നു. മാതാപിതാക്കളും ഇത് വിശ്വസിക്കുകയും മറ്റുള്ളവരോട് പറയുകയും ചെയ്തു. 5-ാമത്തെ വയസ്സിൽ അദ്ദേഹം തന്നെ ഈശോയ്ക്ക് സമർപ്പിച്ചു. 10-ാമത്തെ വയസ്സായപ്പോഴേക്കും കപ്പുച്ചിൻ സഭയെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. 5-ാമത്തെ പ്രത്യേകത ബൈലൊക്കേഷൻ സിദ്ധിയാണ്. അതായത് ഒരേ സമയം പല സ്ഥലങ്ങളിലായിരിക്കുവാനുള്ള കൃപയാണത്. റൂമിലായിരിക്കുമ്പോൾ തന്നെ പലപ്പോഴും വീടിന് പുറത്ത് പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്നതായി അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ സഹസന്യാസിമാർ പലതവണ പറഞ്ഞിട്ടുണ്ട്. 2-ാം ലോക മഹായുദ്ധകാലത്ത് സാൻ ജിയോവാനി റൊട്ടോണ്ടോയിലെ ആകാശത്തിൽ അദ്ദേഹത്തെ കണ്ടതായി പലരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ പാതിരയുടെ ജീവിതകഥ പുതിയ തലമുറയ്ക്ക് കൂടുതൽ ദൈവകൃപയിലേക്ക് ചേർന്ന് നിൽക്കാനുള്ള അവസരമായി മാറുകയാണ്.